ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയ നേതാവ് ജനാബ് നെല്ലിക്കുന്ന് സാഹിബ്, ബ്രിഡ്കോയിലെ എൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട മുത്തുവാക്ക, ഉണ്ണി, കുട്ടിയാക്ക, നമ്മുടെ ഡോക്ടർ സാബുണ്ട്, മൻസൂറുണ്ട്, പ്രിയപ്പെട്ട പുതിയ ഗ്രാജുവേറ്റ്സ്, അതേപോലെ തന്നെ അവരുടെ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ. ബ്രിഡ്കോ എന്ന് പറയുന്നത് ഞാൻ ഡൽഹിയിലെത്തിയ സമയത്താണ് ബ്രിഡ്കോയും ഡൽഹിയിലേക്ക് എത്തുന്നത്, 98 തന്നെ. അപ്പോൾ എൻ്റെ ഡൽഹി യാത്ര തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും യാത്ര തുടങ്ങുന്നത് ഏകദേശം ഒരേ സമയത്താണ്. അപ്പോൾ ഒരു കുടുംബത്തിലെ പരിപാടി എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് ഈ പരിപാടിയിൽ വരാമെന്ന് ഏറ്റത്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡൽഹിയിൽ പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പത്രമാധ്യമങ്ങൾ വഴി നിങ്ങൾ അറിയുന്നുണ്ടാകും. ഇപ്പോൾ വ്യാഴാഴ്ച 11 മണിക്ക്, രാവിലെ 11 മണിക്ക് പാർലമെൻറ്റിൽ കയറിയ ഞങ്ങൾ പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങിയത് വെള്ളിയാഴ്ച വെളുപ്പിന് 4:30 മണിക്കാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ചായിട്ട് 18 മണിക്കൂറാണ് ഞങ്ങൾ പാർലമെൻറ്റിലിരുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസവും ഇതേപോലെ തന്നെ പാർലമെൻറ്റ് ഏകദേശം രാത്രി 11 മണി വരെയും ഇരുന്നു. അപ്പോൾ തീർച്ചയായും അതിനുശേഷം വെള്ളിയാഴ്ചയും ഇന്നലെയും പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാവിലെ 4 മണിക്ക് പിന്നെയും എഴുന്നേറ്റ് മംഗലാപുരത്തേക്കുള്ള വിമാനം പിടിച്ചിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. പക്ഷേ ആ ഒരു ക്ഷീണമൊന്നും ബ്രിഡ്കോയിലേക്കുള്ള പരിപാടിയിലേക്ക് വരാൻ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല, തടസ്സവും ഉണ്ടാക്കുകയില്ല. കാരണം ഡൽഹിയിൽ ഞാൻ പറഞ്ഞ 26-27 കൊല്ലം മുമ്പ് ഡൽഹിയിൽ ഒന്നുമല്ലാതെ ഇങ്ങനെ നടക്കുന്ന സമയത്തും ബ്രിഡ്കോയിൽ പോയി കഴിഞ്ഞാൽ, കരോൾ ബാഗിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നേരം എന്തായാലും അവിടെ നെയ്ച്ചോറും ഉണ്ടാവും, നെയ്ച്ചോർ ബാക്കിയുള്ളത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആ രീതിയിലുള്ള ആതിഥ്യം സ്വീകരിച്ചും, അതേപോലെ തന്നെ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർത്തത്. രഞ്ജിത്തില്ലാത്തതാണ് നന്നായി. ഏതൊരു സമയത്ത് ഫോൺ റിപ്പയർ ചെയ്തിട്ട് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, ഇപ്പോഴും കൊടുത്തിട്ടില്ല, മേടിക്കില്ല ചില സമയത്ത്. അപ്പോൾ ആ രീതിയിൽ മലയാളികളെയും നമ്മളെയും എല്ലാം ഇപ്പോൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കരോൾ ബാഗ് എന്ന് പറയുന്ന സ്ഥലം, ഇപ്പോൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ അത് ബ്രിഡ്കോ എന്ന സ്ഥാപനം എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ആ സ്ഥാപനം വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ പറയുന്ന ഈ ബ്രിഡ്കോയിൻ്റെ സാരഥികളുടെ വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഒരു മൊബൈൽ ഫോൺ കട തുടങ്ങാൻ വേണ്ടി ഒരുപാട് പേര് മുന്നോട്ട് വരും. മൊബൈൽ ഫോൺ കട എന്ന് പറയുന്ന ഒരു കച്ചവടം മാത്രമാണ്, ഒരു കമേഴ്ഷ്യൽ സെൻസ് മാത്രമാണ് ഒരു മൊബൈൽ ഫോൺ കടയിൽ ഉണ്ടാവുകയുള്ളൂ. അത് ബൈയിങ് ആൻഡ് സെല്ലിങ് മാത്രം. പക്ഷേ അത് സമൂഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ അത് എന്തെങ്കിലും ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുകളിലൊന്ന് ചിന്തിക്കേണ്ടി വരും. ആ ചിന്തയാണ് അത്. മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംഗതി അന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു കാലം മാത്രമാണ്. നമുക്കറിയാം 98 എന്നൊക്കെ പറയുമ്പോൾ മൊബൈൽ ഫോൺ ഇറങ്ങിയിട്ട് ചിലപ്പോൾ 1-2 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ, അതിൽ കൂടുതലൊന്നും ആയിട്ടില്ല. എല്ലാവരുടെയും കയ്യിൽ മറ്റേ വലിയ രീതിയിലുള്ള മോട്ടോറോളയും നോക്കിയയും ഹാൻഡ്സെറ്റൊക്കെ ഉള്ള ആ സമയത്ത് ഈ മൊബൈൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എത്രത്തോളം ഭാവിയിൽ ഉണ്ടാകും എന്ന് അന്ന് നമ്മുടെ മനസ്സിൽ ഓർക്കുകയും അതെങ്ങനെ നമ്മൾ സമൂഹത്തിനും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പകർന്നു നൽകുകയും വേണമെന്നുള്ളതും, അങ്ങനെ പകർന്നു നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും മക്കൾക്കുമെല്ലാം ഏത് രീതിയിൽ പ്രയോജനപ്പെടും എന്നുള്ളതും അന്ന് നമ്മളുടെ തലയിൽ അത് ഉദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. അങ്ങനത്തെ ചിന്ത നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും നമ്മളുടെ ഈ സംസ്ഥാനം ഇങ്ങനെ പുറകിലേക്ക് നടക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുത്തുവാക്കയുടെ സംസാരം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ മൊബൈൽ ഫോണുകളുടെ തന്നെ ഉൽപ്പത്തി വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ ചെറിയ ഫോണുകൾ വിളിച്ച് സംസാരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ സ്ക്രീനിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫോണിൽ കൂടി വിളിക്കാൻ പറ്റുമെന്നുള്ള ഒരു ടെക്നോളജി നമ്മുടെ മുമ്പിലേക്ക് വന്നത്. സ്റ്റീവ് ജോബ്സ് ആപ്പിൾ ഐഫോൺ അത് ലോഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചലിക്കുമെന്ന് മനസ്സിലായത്. ആ ചലനമാണ് ഇന്നും ഈ മൊബൈൽ ഫോൺ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചലനം എന്ന് പറയുന്നത്. അദ്ദേഹം വന്ന് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അതേപോലെ തന്നെയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്തയാണ് ഇവിടെ മുത്തുവാക്ക അതേപോലെ തന്നെ ഇവരുടെ ടീം നടത്തിയതെന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. പിന്നെ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ പറഞ്ഞത്, അത് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത്. നമ്മൾ എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്, എന്തുകൊണ്ട് പുറത്തേക്ക് പോയാൽ അപകടങ്ങൾ എന്നുള്ളതെല്ലാം അദ്ദേഹം വിശദീകരിച്ചു തന്നു.
അത് അദ്ദേഹം പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പല രീതിയിലും നമുക്ക് സെൽഫ് സസ്റ്റൈനബിലിറ്റി കിട്ടും എന്നുള്ളത് അദ്ദേഹം ഇവിടെ പറഞ്ഞത് വളരെ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ ആപ്റ്റായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് നമുക്കെല്ലാവർക്കും തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ ഉള്ള ടെക്നോളജിയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്തായാലും ഈ ഒരു മേഖല എന്ന് പറയുന്നത് എല്ലാവരും വളരെ കണ്ണിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എന്ന് പറയുന്നതിലും യാതൊരു സംശയവുമില്ല. ഇപ്പം ഇന്നലെ ഉപരാഷ്ട്രപതിയുടെ വസതിയിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു, ഒരു ബുക്ക് പ്രകാശനമായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കിൻ്റെ പ്രകാശനമായിരുന്നു. അദ്ദേഹം പറഞ്ഞു നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നതും മനുഷ്യബുദ്ധി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണെങ്കിൽ പോലും മനുഷ്യരിപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ ഒരു തടങ്കലിലും തടവറയിലേക്കുമാകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഡ്രൈവർലെസ് കാറുകളുണ്ട്. നമ്മൾ അമേരിക്കയിലൊക്കെ ടെസ്ലയുടെ കാറുകളൊക്കെ നമ്മൾ ഡ്രൈവറില്ലാത്ത കാറുകളാണ്. അതെല്ലാം ഈ നിർമ്മിത ബുദ്ധി ആണ് ആ കാറുകളെല്ലാം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാർ ഓടിച്ചിട്ട് ഒരാൾ മരണപ്പെട്ട ഒരു സാഹചര്യം വന്നപ്പോൾ, അതായത് നിർമ്മിത ബുദ്ധിക്ക് മനസ്സിലായി ഇപ്പോൾ ഇനി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കാറ് ഇടിക്കും മരിക്കുമെന്ന് മനസ്സിലായി. പക്ഷേ എന്തോ ഒരു പ്രോഗ്രാമിൽ വന്ന തെറ്റുകൊണ്ട് അത് മുന്നിലേക്ക് തന്നെ പോയി, അത് ഇടിച്ചു, ആൾ മരിച്ചു. അപ്പോൾ ആ നിർമ്മിത ബുദ്ധിക്ക് പോലും ഈ പറയുന്ന തെറ്റുകൾ വരുന്ന ഒരു കാലം. അപ്പോൾ ആ കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ വേർതിരിച്ച് സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, നമ്മൾ ടെക്നോളജി നമ്മളെങ്ങനെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതെല്ലാം ആലോചിക്കേണ്ട ഒരു യുഗത്തിലാണ് നാം താമസിക്കുന്നത്. അതേ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ മൊബൈൽ, നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ലോകം തന്നെ നമുക്ക് കീഴടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യം വന്നിരിക്കുകയാണ്. മൊബൈൽ ഫോൺ, നമ്മൾ പണ്ടൊക്കെ നമുക്ക് കറണ്ട് കാശ് അടക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കറണ്ട് പോയി ഇവിടെ കറണ്ട് കാശ് അടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ വൈദ്യുതി ഓഫീസിൻ്റെ മുമ്പിൽ പോയി ലൈനിൽ നിന്ന് നമ്മൾ അടക്കേണ്ട ഒരു സാഹചര്യം. അതേപോലെ ട്രെയിൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ. അതെല്ലാം മാറി ഇപ്പോൾ വൈദ്യുതി ബില്ലായാലും അതേപോലെ തന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ആയാലും നമ്മളുടെ കയ്യിലുള്ള ഈ ഫോണും കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയില്ല ഇപ്പോൾ. പക്ഷെ അതേപോലെ തന്നെ അതിൻ്റെ ദുരുപയോഗം ആണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബാങ്കിങ് ഫ്രോഡുകൾ എത്രമാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, സൈബർ കുറ്റങ്ങൾ എന്ന് പറയും, കുറ്റകൃത്യങ്ങൾ എന്ന് പറയും, നമ്മൾ എത്രമാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു സൈബർ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ക്ലാസ് തന്നെ, ഒരു സെഷൻ തന്നെ ഇവിടെ ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ നടക്കുമെന്നുള്ളത് ഞാൻ നോട്ടീസിൽ കണ്ടു. അതെല്ലാം എന്ന് പറയുന്നത് ഈ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ബാങ്കിങ് ഫ്രോഡ് എന്ന് പറയും, നമ്മളൊരു ഒരു ഒരു മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വന്നു. ആ മെസ്സേജ് പ്രകാരം പറയുന്നത് നിങ്ങളുടെ നമ്പർ, അതായത് പിൻ നമ്പർ ഇതിനകത്തേക്ക് ഇടൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ കോഡ് നിങ്ങൾ ഇതിനകത്തേക്ക് ഇടൂ എന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ തന്നെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം ആ പറയുന്ന ആളുകൾക്ക് കിട്ടി, നമ്മളുടെ കയ്യിലുള്ള പൈസ, ബാങ്കിലുള്ള പൈസ എല്ലാം അങ്ങ് ചോർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. ആ സ്ഥിതിവിശേഷം ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ടെക്നോളജി ശരിക്കും അരച്ചു കലക്കി കുടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇതിനകത്ത് കുറ്റകൃത്യത്തിലേക്ക് കടക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ടെക്നോളജിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ ടെക്നോളജി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, പഠിച്ച് കഴിഞ്ഞ ആളുകളാണ്, ഗവേഷണം നടത്തുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന മേഖലയിൽ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നമുക്ക് സമൂഹത്തെ സഹായിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കി നമ്മൾ മുന്നിലേക്ക് വരണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കാണത് പറ്റുകയുള്ളൂ. കാരണം നിങ്ങൾ ഈ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന കൂട്ടരാണ്. നിങ്ങളെപ്പോലത്തെ ഒരു കൂട്ടരായിരിക്കും ഇനി സമൂഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ടെന്ന് പറയുന്നത്. നിങ്ങളെയാണ് ഇനിയിപ്പോൾ സമൂഹം മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പഠിച്ച് ഇവിടെ പുറത്തിറങ്ങുന്നതും അതേപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോഴെല്ലാം ഈ പറയുന്ന രീതിയിലുള്ള സംഗതികളെല്ലാം മനസ്സിൽ വെക്കുകയും സമൂഹത്തിന് ഏത് രീതിയിലുള്ള ഗുണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി പരിഗണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ എല്ലാവർക്കും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയ എല്ലാവരുടെയും മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് കാസർഗോഡ് തുടങ്ങിയ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ പുതിയ ഷോപ്പിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും.